ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഈവനിങ് വ്ളോഗാണ്. ഞാൻ ഇപ്പോഴാണ് പഠിക്കാനായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പുതിയതായിട്ട് വാങ്ങിയൊരു കണ്ണട കേട്ടോ. നമ്മൾ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഇടാൻ പറ്റിയൊരു കണ്ണടയാണ്. അതായത് ബ്ലൂ റേസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു കണ്ണടയാണ്. ഞാൻ ലെൻസ്കാർട്ടിൽ നിന്നാണ് ഇത് വാങ്ങിയത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ സൈലത്തിൻ്റെ ഫിസിക്സ് റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. എൻ്റെ ഫിസിക്സിൻ്റെ ചാപ്റ്റർ ഒന്നാമത്തെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ റിവിഷൻ ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ റിവിഷൻ ക്ലാസ് ഒന്ന് കാണാം എന്നാണ് ഞാൻ വിചാരിച്ചത്. മാത്രമല്ല അഗ്നി ബാച്ചിൽ അതിൻ്റെ യൂണിറ്റ് ടെസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആ സമയത്ത് എഴുതാത്തത് കൊണ്ട് തന്നെ ഞാൻ ഈ ഒരു റിവിഷൻ ക്ലാസ് കണ്ടിട്ട് അത് എഴുതാമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നതായിരുന്നു. അങ്ങനെ ആ ക്ലാസ് കാണാനായിട്ട് ഞാൻ ഇരുന്നു. ആദ്യം മുതലേ ഉള്ള കാര്യങ്ങളൊക്കെ സാറ് നല്ല വൃത്തിയിൽ തന്നെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇത് കുറച്ച് സ്പീഡിലൊക്കെ ഇട്ടിട്ടാണ് കണ്ടത്. കാരണം ജസ്റ്റ് ഒരു റിവിഷൻ ആണല്ലോ. അപ്പം ജസ്റ്റ് എൻ്റെ നോട്ട്സൊക്കെ ഒന്ന് വായിച്ചു നോക്കാം, പിന്നെ ഈ ക്ലാസ് ജസ്റ്റ് ഒന്ന് കേൾക്കാം, അങ്ങനെയായിരുന്നു. അതൊരു 2.25 മണിക്കൂറുള്ളൊരു ലൈവായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡായിട്ട് കണ്ടത്. പിന്നെ നിതിൻ സാറിൻ്റെ ക്ലാസ്സൊക്കെ സ്പീഡായിട്ട് ഇട്ടാലും മനസ്സിലാവുകയൊക്കെ ചെയ്യും. പിന്നെ കുറേ ആൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്, അതായത് സൈലത്തിൻ്റെ ബുക്സ് ഞാൻ വാങ്ങിയിട്ടുണ്ടോ എന്നുള്ളത്. ഇല്ല കേട്ടോ, ഞാൻ സൈലത്തിൻ്റെതായിട്ടൊന്നും ഇപ്പോൾ വാങ്ങുന്നില്ല. കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം, നമുക്ക് വാങ്ങാൻ നല്ലതാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് വാങ്ങാം. പിന്നെ എൻ്റെ ഷോർട്സിൻ്റെ അടിയിലായാലും ലോങ് വീഡിയോസിൻ്റെ അടിയിലായാലും കുറച്ചാൾ കമൻസ് കാണാറുണ്ട്. അതായത് ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്സിൻ്റെ നോട്ട്സ്, പിന്നെ കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ നോട്ട്സൊക്കെ ഇടുമോ എന്നുള്ളത്. ഞാൻ അതെന്തുകൊണ്ടാണ് അങ്ങനെ ഇടാത്തതെന്ന് ചോദിച്ചാൽ, ഇപ്പം അന്ന് ഞാൻ ബയോളജിയുടെ നോട്ട് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കുറച്ച് മാത്രമേ ഉള്ളൂ, അതായത് 2-3-4 പേജ് മാത്രം. അപ്പോൾ അത് നല്ല വൃത്തിയിൽ മനസ്സിലാവും. പിന്നെ ഷോർട്ട് നോട്ടായിട്ട് പോലെയാണ് ഞാനത് എഴുതിയത്. ബയോളജി ഫിസിക്സ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടേതായിട്ടുള്ള രീതിയിൽ പിന്നെ കുറേ പ്രോബ്ലംസൊക്കെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഒരു ഷോർട്ട് നോട്ട് പോലെയൊന്നല്ല ഞാൻ ആ ഒരു നോട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് യൂസ്ഫുൾ ആവുമോ എന്ന് എനിക്ക് ഡൗട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ അത് നോട്ട്സൊന്നും പോസ്റ്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് കെമിസ്ട്രിയും. അതായത് ഞാനങ്ങനെ വൃത്തിയിലൊന്നും അല്ല എഴുതുന്നത്. അതായത് നമ്മുടെ ഒരു ഇഷ്ടത്തിന് നമ്മുടെ മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിലൊക്കെയാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള നോട്ട്സ് ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ നോട്ട്സൊന്നും അങ്ങനെ ഇടാത്തത്. പിന്നെ കുറേ ആൾ ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, സൈലം ക്ലാസ്സസൊക്കെ എങ്ങനെയുണ്ട്, എനിക്ക് ചേരാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ കുറേ ആൾ കമൻറ്റ്സ് ഇടുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിലാണ് ഞാൻ പറയുന്നത്. എനിക്ക് ഈ ക്ലാസ്സസൊക്കെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചേരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഓരോരോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അഗ്നിയിലത്തെ തന്നെ ആണത്. നമുക്കത് ആപ്പിലും നമ്മുടെ യൂട്യൂബിലും അത് ഒരേപോലെ ലൈവായിട്ട് പോകുന്ന ക്ലാസ്സസാണ്. അത് നിങ്ങൾക്ക് കണ്ടിട്ട് നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടോ, നിങ്ങൾക്കത് കംഫർട്ടബിളാണോ അവരുടെ ക്ലാസ്സസ് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് സൈലത്തിൽ ജോയിൻ ചെയ്യാം. ഇപ്പം എൻ്റെ ഒരു രീതി ആയിരിക്കില്ലല്ലോ നിങ്ങൾക്ക് ഓരോരുത്തർക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം സൈലം ചേരുക. അല്ലാണ്ട് വേറൊരാൾ പറയുന്നത് കേട്ടിട്ട് ചേരാണ്ടിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഒരുപാട് ക്ലാസ്സസ് സൈലത്തിൻ്റെ യൂട്യൂബ് ചാനലിലുണ്ട്. അതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ സൈലം ജോയിൻ ചെയ്യുക എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളിനി സൈലത്തിൽ ജോയിൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇൻഫിനിറ്റി ബാച്ച് എടുക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കാരണം ഇനി വരാൻ പോകുന്ന അപ്കമിങ് ബാച്ചസും പിന്നെ മൈൻഡ് മാപ്പ്, ഇൻസ്റ്റാ ലേൺ, പിന്നെ പേൾ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ അവസാനം ഒരു റിവിഷൻ ബാച്ച് ഉണ്ട്, അതും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ കിട്ടും. നിങ്ങൾക്ക് വേറെ പൈസ കൊടുക്കാൻ തന്നെ കിട്ടും. അപ്പോൾ എനിക്ക് പറയാനുള്ള ഇൻഫിനിറ്റി എടുക്കുന്നത് തന്നെയാണ് നല്ലത്. കുറച്ചാൾ അതിൻ്റെ ഡിഫറൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് യൂണിറ്റ് ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ ഒന്ന് നോക്കുന്നതാണ്. ഫുള്ളായിട്ട് അത് എഴുതിയിട്ടില്ല. അപ്പോഴത്തേക്ക് ചായ കുടിക്കാനൊക്കെ പോയി, അതാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസൊക്കെ ഞാനിങ്ങനെ നോക്കുകയാണ്. പിന്നെ ചായയൊക്കെ കുടിച്ചു. പുറത്ത് നല്ല മഴക്കാറായിരുന്നു, പിന്നെ മഴയും വന്നിട്ടുണ്ടായിരുന്നു. നല്ല രസമായിരുന്നു, നല്ല തണുപ്പായിരുന്നു സത്യം പറഞ്ഞാൽ.
അപ്പോൾ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാൻ വരികയും ബൈ. സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.